പെട്ടെന്ന് എനിക്കൊരു ആഗ്രഹം സൈക്കിളൊക്കെ ഓട്ടിയിട്ട് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട്, അത് ഉച്ചയ്ക്ക്. പിന്നെ ചെറിയ പ്രശ്നമില്ലാത്തൊരാഗ്രഹം ആയതുകൊണ്ട് ഞാൻ സൈക്കിളൊക്കെ എടുത്ത് ബ്രേക്കൊക്കെ ഉണ്ടോ ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കിയിട്ട് പോവാൻ വിചാരിച്ചു. ഞങ്ങളെ പി ജിൻ്റെ ഏരിയയിലായിട്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നേരത്തെ ഉണ്ടെന്ന് അറിയുകയാണെങ്കിൽ കുറച്ച് നേരത്തെ വരാമായിരുന്നു. പക്ഷേ ഇപ്പോഴും വൈകിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അരിനെല്ലിക്ക ആരെ വിട്ടതാണെന്ന് എനിക്ക് അറിയൂലേ. ഞാൻ എന്തായാലും കുറച്ചേ പറിച്ചിട്ടുള്ളൂ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇതേപോലെ മുന്നുള്ളൊരു യാത്രയിൽ ഞാൻ കണ്ടുപിടിച്ചതാണ് ഈ അമ്പലം. ഭയങ്കര പീസ്ഫുൾ ആയൊരു സ്ഥലം. ഇറങ്ങി നോക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതിന് മുന്നേ ഫുള്ള് പട്ടിസാറായതുകൊണ്ട് ഇറങ്ങാൻ പറ്റിയില്ല. അങ്ങനെ ഇടയ്ക്കൊന്ന് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വണ്ടി നിർത്തി ഇയാളെടുത്ത്. ഇയാൾ വിചാരിച്ചിട്ടുണ്ടാവും ഏത് ഈ വേട്ടാവളെ എത്തിയെന്ന്. പിന്നെ ഞാൻ അയാളെ ബുദ്ധിമുട്ടിക്കണ്ട വിചാരിച്ചിട്ട് അവിടെ നിന്ന് പോന്നേ. ഈ അക്കനെ കണ്ടപ്പിക്ക് ഇങ്ങനെ തോന്നുക ഈ അക്ക പോണ പോലെ ആവും എല്ലാവരും ഇനിയും കാണുകയെന്നൊക്കെ. ഇറങ്ങാനുള്ള കുറ്റം മാത്രമേ ഉള്ളേന്ന്. ആകെ കുഴങ്ങി ചത്തുന്. ഇനി വല്ല റാപ്പിഡോ ബുക്ക് ചെയ്ത് പോകേണ്ടി വരുമെന്ന് വരെ ഞാൻ ആലോചിച്ചു. പക്ഷെ നമ്മൾ തളരാൻ പാടില്ലല്ലോ. അങ്ങനെ ഞാൻ പിന്നെയും കുറേ ദൂരം മുന്നോട്ട് പോയി. അങ്ങനെ പോയി ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഞാൻ കുറേ കർമൂസ കണ്ടേ. അതും പഴുത്തതൊക്കെ പറിക്കാതെ വെക്കുക. ഇത് കണ്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയേ. അങ്ങനെ ഞാൻ പിന്നെയും വളഞ്ഞും തിരിഞ്ഞും പോയി. ഇങ്ങനത്തെ സ്ഥലങ്ങൾ കണ്ട എനിക്ക് ട്രോമയാണ്. മറ്റേ അന്യൻ സിനിമ ഓർമ്മ വരും. അങ്ങനെ അവസാനം കറങ്ങി തിരിഞ്ഞ് ഞാനും റൂമിലെത്തി. ഈ പി ജിയിൽ വെറുതെ ഇരിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് ഇതേപോലെ പുറത്തുള്ള എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടൊക്കെ വരുന്നത്. അപ്പോൾ ഓക്കെ, ബൈ.